നിലമ്പൂർ ഉൾവനത്തിലെ ആദിവാസി ഊരുകളിലേക്കൊരു യാത്ര. കൂടെ മക്കളായ ഫിദയും റിഫയും. തടാകം ഫൗണ്ടേഷൻ്റെ പങ്കാളിത്തത്തിൽ നിലമ്പൂർ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുഹ്സിൻ്റെ നേതൃത്വത്തിലുള്ള വനപാലകരുടെ കൂടെ ഭക്ഷണ കിറ്റുമായൊരു യാത്ര. ഈ യാത്രാവഴികളിലെ വേറിട്ട അനുഭവമായിരുന്നത്. കാടിൻ്റെ വന്യതയും പ്രകൃതിയുടെ വശ്യതയും സംഗമിച്ചപ്പോൾ ഉൾവനത്തിലൂടെയുള്ള യാത്ര ശരിക്കും ത്രില്ലായി. ഉൾവനത്തിലെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം എന്നീ ആദിവാസി നഗറുകളിലാണ് പച്ചക്കറിയും പലചരക്കുകളും അടങ്ങിയ കിറ്റുകളുമായി ഞങ്ങളെത്തിയത്. കാടിൻ്റെ മക്കളുടെ നിഷ്കളങ്കമായ ചിരിയും മാതൃഭാഷയിലുള്ള പ്രത്യേക സംസാരങ്ങളും പ്രകൃതിയോട് ഇഴകിച്ചേർന്ന ജീവിത രീതികളും നേരിട്ടറിഞ്ഞപ്പോൾ അത് ഹൃദയം തൊട്ട അനുഭവങ്ങളായി മാറി. ഭക്ഷണ കിറ്റ് കിട്ടിയപ്പോൾ നിധി പോലെ മാറോട് ചേർത്ത് ആദരവ് കാണിക്കുന്ന ആ കാഴ്ച, ആവശ്യത്തിലധികം ഭക്ഷണമുണ്ടാക്കി വേസ്റ്റാക്കി വലിച്ചെറിയുന്ന നമ്മുടെ നാട്ടു സംസ്കാരത്തിനെ ഓർത്ത് തല താഴ്ത്തേണ്ടി വന്നു. ഇവരല്ലേ ശരിക്കും സഹായത്തിന് അവകാശികൾ? ഇവർക്ക് രോഗം അപൂർവമത്രേ. കാരണം കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നില്ല. ഒരു നേരം മാത്രം ഭക്ഷണം, അധ്വാനശീലം, അത്യാർത്തിയില്ല, ടെൻഷനില്ല. കൂട്ടിന് ശുദ്ധമായ വായുശേഖരമുള്ള പച്ചയായ പ്രകൃതിയുടെ മടിത്തട്ട്, കുളിരിൽ പൊതിഞ്ഞ തെളിനീരൊഴുകുന്ന കാട്ടരുവികൾ, മനം മയക്കുന്ന ശബ്ദബീജികൾ. വിസ്മയങ്ങളുടെ കലവറയാണ് പ്രകൃതി. മായമില്ലാത്ത സന്തോഷം നൽകുന്ന കാട്. റേഞ്ച് ഓഫീസർ ഷംനാസ്, ഡെപ്യൂട്ടി മുഹ്സിൻ, ഫോറസ്റ്റ് ഓഫീസർമാരായ ശ്രീജൻ, മുഹമ്മദ് അസ്ലം, മനു, വിവേക്, സരസ്വതി, ഷിജ്ന, രാഖി, ഫോറസ്റ്റ് റേഞ്ചർമാരായ ജാസിർ, മുനീർ എന്നിവരുടെ ആത്മാർത്ഥമായ സേവന മനസ്കത എടുത്തു പറയേണ്ടതാണ്. വനത്തിലെ ചോലമാങ്ങയും കാടിൻ്റെ മക്കൾ തന്ന ശുദ്ധമായ തേനും രുചിച്ച് ഞങ്ങൾ തിരിച്ച് കാടിറങ്ങുമ്പോൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം മനസ്സിൽ കോറിയിട്ടു.